നമസ്കാരം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ലിസ്റ്റുകൾ എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നത് എപ്പോഴാണ്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുള്ളത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് പാർട്ട് 2 ആർട്ടിക്കിൾ 254 മുതൽ 263 വരെയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നുള്ളത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. ഇത് നിയമിതമായത് 1983 ഇതിൻ്റെ തലവനാണ് സർക്കാരിയ. ഈ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ലിസ്റ്റുകളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 246 പട്ടിക 7 ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും 3 ലിസ്റ്റുകളാണുള്ളത്. 3 തരത്തിലുള്ള ലിസ്റ്റുകളാണുള്ളത്. 1 യൂണിയൻ ലിസ്റ്റ്, 2 സ്റ്റേറ്റ് ലിസ്റ്റ്, 3 കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ നമുക്ക് യൂണിയൻ ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. യൂണിയൻ ലിസ്റ്റിലെ 97 വിഷയങ്ങളാണുള്ളത്. ഇവിടെ നിയമനിർമ്മാണം നടത്തുന്നത് കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ്. കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്കാണ് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം യൂണിയൻ ലിസ്റ്റിൽ. ഇവിടെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. അതായത് രാജ്യം മുഴുവൻ പൊതുവായൊരു നയം നടത്തുവാൻ വേണ്ടിയിട്ടാണ് യൂണിയൻ ലിസ്റ്റ് ഉള്ളത്. യൂണിയൻ ലിസ്റ്റിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാന വിഷയങ്ങളാണ് പ്രതിരോധം, അണുശക്തി, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ആദായ നികുതി, കറൻസി നാണയങ്ങൾ, ഇന്ത്യക്ക് പുറത്തേക്കുള്ള സ്ഥലത്തെ തീർത്ഥാടനങ്ങൾ, ബാങ്കിങ്, റെയിൽവേ, കമ്പിത്തപാൽ, വ്യോമപഥങ്ങൾ, തുറമുഖങ്ങൾ, വിദേശ വ്യാപാരം. ഇവയാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റിലെ 61 വിഷയങ്ങളാണുള്ളത്. മുൻപ് വിഷയങ്ങളുടെ എണ്ണം 66 എന്നാൽ 1976 42ാം ഭേദഗതി പ്രകാരം 5 വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ള വിഷയങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 61. സ്റ്റേറ്റ് ലിസ്റ്റിലെ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന വിഷയങ്ങൾ നോക്കാം. സ്റ്റേറ്റ് ലിസ്റ്റിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കൃഷി, പോലീസ്, ജയിൽ, പ്രാദേശിക ഗവൺമെൻറ്, മത്സ്യബന്ധനം, പൊതുജനാരോഗ്യം, മൃഗസംരക്ഷണം, മദ്യനിയന്ത്രണം, ഭൂമി അധികാരങ്ങൾ, വ്യാപാരം, വാണിജ്യം, സംസ്ഥാന പബ്ലിക് സർവീസ്. അടുത്തത് നോക്കുന്നത് കൺകറൻറ്റ് ലിസ്റ്റാണ്. കൺകറൻറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളുടെ എണ്ണം 52. മുൻപ് 47 വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് ഇട്ടതുകൊണ്ട് ഇപ്പോഴുള്ള വിഷയങ്ങളുടെ എണ്ണം 52 വിഷയങ്ങളാണ്. ഇവിടെ നിയമനിർമ്മാണം നടത്തുന്നത് കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ കൂടിയിട്ടാണ്. അതായത് കേന്ദ്ര നിയമനിർമ്മാണ സഭയും സംസ്ഥാന നിയമനിർമ്മാണ സഭയും ഒരുമിച്ചാണ് നിയമനിർമ്മാണം കൺകറൻറ്റ് ലിസ്റ്റിൽ നടത്തുന്നുള്ളത്. കൺകറൻറ്റ് ലിസ്റ്റ് എന്നുള്ള ആശയം കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. കൺകറൻറ്റ് ലിസ്റ്റിലെ പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് നോക്കാം. വിദ്യാഭ്യാസം, കൃഷിഭൂമി ഒഴികെയുള്ള സ്വത്തുക്കളുടെ കൈമാറ്റം, വനങ്ങൾ, തൊഴിൽ സംഘടനകൾ, മായം ചേർക്കൽ, വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കലും പിന്തുടർച്ചയും, പത്രങ്ങൾ, പുസ്തകം, അച്ചടിശാലകൾ. ഇവയാണ് കൺകറൻറ്റ് ലിസ്റ്റിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൂട്ടിച്ചേർത്ത 5 വിഷയങ്ങളാണ് വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കങ്ങൾ, വന്യജീവികളുടെ അഥവാ പക്ഷികളുടെ സംരക്ഷണം, സുപ്രീം കോടതിയുടെ ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളുടെ നീതി, ഭരണഘടനാ സംഘടന എന്നിവയുടെ ഭരണം. ഇവയാണ് കൂട്ടിച്ചേർത്ത 5 വിഷയങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതാണ് അവശിഷ്ടാധികാരങ്ങൾ.
അതായത് യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റിലും ഉൾപ്പെടാത്ത അധികാരങ്ങളാണ് അവശിഷ്ടാധികാരങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇതിനൊരു ഉദാഹരണമാണ് സൈബർ നിയമങ്ങൾ. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ അവശിഷ്ടാധികാരങ്ങൾ എന്നുള്ള ഇത് കടമെടുത്തിരിക്കുന്നത് കാനഡയിലെ ഭരണഘടനയിൽ നിന്നാണ്. എല്ലാവർക്കും ലിസ്റ്റുകളെക്കുറിച്ച് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.